ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. സൗദി അറേബ്യയിൽ ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങിയിരിക്കുകയാണ് പാട്രിയോട്ട് മൂവിയുടെ. അതെ, മണിക്കൂറുകൾ ഇനി അങ്ങോട്ട് നമുക്ക് തീ പിടിപ്പിക്കുന്ന പോലെ കാണാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ്. കാരണം നമ്മൾ ഒരു കഥ കണ്ടതാണ്, കളങ്കാവൽ എന്ന സിനിമയുടെ പ്രീസെയിൽ എങ്ങനെ കയറിയെന്നുള്ളത്. സൗദി അറേബ്യയിൽ ബുക്കിംഗ് തുടങ്ങി, പിന്നെ തീ പോലെ ആളിക്കത്തുന്ന കണ്ടു. അതേ ഒരു കാര്യം തന്നെ ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഇനിയും 10 കോടി ഇന്ന് തന്നെ തൂക്കുമെന്നുള്ള ആ ഒരു പ്രതീക്ഷയും. അങ്ങനെയാണെങ്കിൽ നമുക്ക് കേരള ബോക്സ് ഓഫീസിൻ്റെ കളക്ഷനും ഇന്നത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്കും വരാം. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ചെയ്യുക. എന്താണ്, പാട്രിയോട്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 3 കോടി 50 ലക്ഷം രൂപ കടന്നിരിക്കുന്നു എന്നുള്ള സന്തോഷകരമായ വാർത്തയാണ്. അത് 32 മണിക്കൂറിലാണ് ഈ ഒരു ടാർഗറ്റിലേക്ക് എത്തിയിരിക്കുന്നത്. ഓൾ ടൈം 4th ഫാസ്റ്റസ്റ്റ് ടു അച്ചീവ് എന്നുള്ളതാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത്. അങ്ങനെ ആ ഒരു ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ സിനിമ 10 കോടി സ്മാഷ് ചെയ്തിട്ടില്ല, 9 കോടി കടന്നു എന്നുള്ള റിപ്പോർട്ടുകളും. ഇന്ന് കളക്ഷൻ റിപ്പോർട്ടുകൾ അധികമൊന്നും വന്നിട്ടില്ല. എന്തായിരുന്നാലും നമുക്കൊരു കാര്യം ഉറപ്പിക്കാം, ഇന്ന് തന്നെ 10 കോടി തൂക്കും എന്നുള്ളത്. എന്താണേലും വീണ്ടും നമ്മളെ ഞെട്ടിക്കും എന്നുള്ളതിന് സംശയങ്ങളൊന്നുമില്ല. ഈ ഒരു സിനിമ ആ രീതിയിലേക്ക് തന്നെയാണ് വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇനി നോക്കാനുള്ളത് കേരള ബോക്സ് ഓഫീസിലെ പ്രീസെയിൽ കളക്ഷൻ എങ്ങനെ റെക്കോർഡുകളിലേക്കാണ്. എന്താണെങ്കിലും പാട്രിയോട്ട് നിൽക്കുന്നത് 3.5 കോടി കഴിഞ്ഞു എന്നുള്ളതാണ്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ചരിത്രത്തിൽ ഇടം പിടിച്ചത് ബീസ്റ്റ് ആയിരുന്നു, പിന്നെ ഗോട്ട് ലൈഫ് തുടങ്ങിയ ചിത്രങ്ങൾ, ടർബോ. ഈ 3 ചിത്രങ്ങൾ 3 കോടി 40 കോടി, ടർബോ എത്തിയിരിക്കുന്നത് 3 കോടി 50 ലക്ഷം രൂപയിലാണ്. അതിൻ്റെയും മുകളിലേക്ക് ഇപ്പോൾ പാട്രിയോട്ട് എത്തിയിരിക്കുകയാണ്. ഇനിയും 1.5 ദിവസം കൂടെ ഉണ്ട് എന്നുള്ളത് മറക്കണ്ട. ആട് 3 നേടിയത് 3 കോടി 62 ലക്ഷം രൂപയാണെങ്കിൽ കിങ് ഓഫ് കൊത്ത 3 കോടി 71 ലക്ഷം രൂപയാണ് നേടിയത്. ദ ഗോട്ട് എന്ന ചിത്രം 3.76 കോടി നേടിയപ്പോൾ മലൈക്കോട്ടെ ബാലുവൻ 3 കോടി 82 ലക്ഷം രൂപയും പുഷ്പ 2 3 കോടി 93 ലക്ഷം രൂപയും കേരള ബോക്സ് ഓഫീസിൽ നിന്ന് പ്രീസെയിലൂടെ നേടി. KGF 2 4 കോടി 30 ബബബ 4 കോടി 30 നേടി 4ാം സ്ഥാനം കൈയടക്കുമ്പോൾ കൂലി, ലിയോ എന്ന 2 അന്യഭാഷ അല്ലെങ്കിൽ തമിഴ് ചിത്രങ്ങൾ 8 കോടി 2 ലക്ഷം രൂപയും ലിയോ 8 കോടി 80 ലക്ഷം രൂപയും നേടി നിൽക്കുമ്പോൾ എൻപുരാനാണ് 12 കോടി 40 ലക്ഷം രൂപ നേടി 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിക്കുമ്പോൾ ഇതിന് മുകളിലേക്ക് വരണം എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. കാരണം അത്രത്തോളം ഫാൻ പവർ ഉള്ള 2 പേർ. പക്ഷേ അതെത്തിയില്ലെങ്കിൽ ഫാൻസുകാർ ഈ കാണുന്ന തൊഴുത്തിൽ കുത്തും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കാണുന്ന തലകുത്തി മറിയലും വെറും ഷോ മാത്രമാണെന്ന് പറയേണ്ടി വരും. കാരണം ടിക്കറ്റ് എടുക്കാത്ത സോഷ്യൽ മീഡിയയിൽ ഇളകി മറിയുന്നു എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. എന്തായാലും അങ്ങനെ പറയിക്കില്ല എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ എമ്പുരാൻ്റെയും മുകളിലേക്ക് ഈ ഒരു സിനിമയുടെ കളക്ഷൻ വരും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. 1.5 ദിവസം കൊണ്ട് എന്തായാലും ആ റേഞ്ചിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. എന്ത് തന്നെയാണേലും നമ്മുടെ പ്രതീക്ഷ ഇത് 5 കോടിക്ക് മുകളിലേക്ക് ഏറ്റവും കുറഞ്ഞത് എത്തും. ഒരു പക്ഷേ അതിന് മുകളിലേക്ക് എത്താനുള്ള ചാൻസുകൾ ഉണ്ട്. പക്ഷേ ഫാൻസുകാർ വിചാരിച്ചാൽ ഈ 5 കോടി എന്നുള്ളത് 13 കോടിയിലേക്ക് എത്താൻ വലിയ സമയങ്ങളൊന്നും വേണ്ട. വേൾഡ് വൈഡായിട്ട് സിനിമ മികച്ച രീതിയിലേക്കുള്ള ബുക്കിംഗ് ഇനി വരുന്ന മണിക്കൂറുകളിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. രാവിലെ ശോകം തന്നെയായിരുന്നു കാര്യമെന്ന് എടുത്തു പറയേണ്ടതുണ്ട്. കാരണം 3500 ടിക്കറ്റൊക്കെയാണ് മണിക്കൂറിൽ വിറ്റുപോയിക്കൊണ്ട്. ഇപ്പോൾ അതിനൊരു ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. 4500 മുകളിലൊക്കെയുള്ള ടിക്കറ്റുകൾ വിറ്റുപോകുന്ന കാഴ്ച ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇനി വരുന്ന മണിക്കൂറുകൾ തീ പോലെ ബുക്കിംഗ് കയറുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൂടാതെ തമിഴ് വെർഷനുമൊക്കെ ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 4 ലാംഗ്വേജിൽ സൈമൾട്ടേനിയസ് ആയിട്ട് ഈ ഒരു സിനിമ റിലീസ് ഉണ്ടെന്നുള്ളതും ഉറപ്പിച്ച് ഇരിക്കുകയാണ്. പക്ഷേ ശോകമായ മറ്റൊരു കാര്യം, ഇതിൻ്റെ മറ്റൊരു സിംഗിൾ പോസ്റ്റർ പോലും അന്യഭാഷയിൽ നമ്മൾ കണ്ടിട്ടില്ല സോഷ്യൽ മീഡിയയിൽ എന്നുള്ളതാണ്. എന്താണ് ഇതിൻ്റെ പിന്നിലെന്നറിയില്ല. അതുപോലെ തന്നെ ഹിന്ദി മേഖലയിലും സിനിമയ്ക്ക് അത്യാവശ്യം നല്ല ബുക്കിംഗ് വരുന്നു എന്നുള്ള അഭിപ്രായം അല്ലെങ്കിൽ അങ്ങനെയുള്ള അവകാശവാദങ്ങളാണ് നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ കഴിയുന്നത്. കാത്തിരിക്കുകയാണ് ഈ ഒരു സിനിമ എങ്ങനെയായിരിക്കും എത്താൻ പോകുന്നത്. 2.5 ദിവസം കൂടെ ബാക്കി നിൽക്കുമ്പോൾ മലയാളത്തിൽ ഈ ഒരു സിനിമ ചരിത്രം കുറിക്കുമോ പ്രീസെയിലിൽ എന്നുള്ളതാണ്. തീർച്ചയായും ആ ഒരു ഗണത്തിലേക്ക് വരേണ്ട സിനിമയാണ്. അതിന് ഒറ്റ കാര്യമേ ഉള്ളൂ, മമ്മൂട്ടി, മോഹൻലാൽ 18 വർഷങ്ങൾക്ക് ശേഷം ഒരുമിക്കുമ്പോൾ ഇതിലും വലിയ അഭിനേതാക്കളെ നമ്മൾ കണ്ടിട്ടില്ല. വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. ഗ്രേറ്റ് മീഡിയാസ്.